വെൽക്കം ടു എൻറോട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പുതിയ യാത്രകളോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ 2024 നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോയ ഒരുപാട് യാത്രകളാണ്. കഴിഞ്ഞ 2023 നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അത്യാവശ്യം സ്പോട്ടുകളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന പുതിയ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 2024. അതിനകത്ത് ഏറ്റവും നല്ല യാത്രയായിട്ട് തോന്നിയത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് തന്നെയായിരുന്നു. ഡൽഹി പോയി. അതുപോലെ തന്നെ ഡൽഹിയിലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബൈ റോഡ് ഉത്തരാഖണ്ഡിലേക്ക് പോയി. ഉത്തരാഖണ്ഡിലുള്ള കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അതുപോലെ തന്നെ പോയ വഴിക്ക് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ യാത്രയിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാടിനോളം നല്ലൊരു നാട് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയ വഴിക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിലോമീറ്ററുകൾ കണക്കിന് ചേരികളാണ്, ചെറിയ ചെറിയ കുടിലുകളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണാൻ ഒരു സാധ്യതയുമില്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ വെച്ച് പണം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. പിന്നീട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പം ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. മെയിനായിട്ട് ഇവിടുത്തെ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ റൊട്ടി കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വെജാണ് കൂടുതൽ ഐറ്റംസും. നമ്മുടെ അവിടെ അതേപോലെ ചിക്കനും ബീഫും ഒക്കെ വളരെ കുറവാണ്. ബീഫെന്നൊക്കെ ഇന്ത്യയിൽ തന്നെ ഇടികിട്ടുന്ന സ്ഥലങ്ങളാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉള്ളത്. നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ പോയത് ഉത്തരാഖണ്ഡിലേക്കായിരുന്നു. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു. ഹരിദ്വാർ ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ ഇറങ്ങിയില്ല. നേരെ നമ്മൾ രാജാജി നാഷണൽ പാർക്കിലേക്കാണ് വന്നത്. ഇവിടെ ചില റേഞ്ചിലൂടെയുള്ളൊരു ജംഗിൾ സഫാരിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇവിടെ നമുക്ക് ഉണ്ടായൊരു മോശം അനുഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റഫായിട്ടുള്ള ഒരു മനോഭാവത്തോടെയാണ് നമ്മുടെ ഈ സഞ്ചാരികളോടൊക്കെ ഇടപെടുന്നതും കാര്യങ്ങളൊക്കെ കണ്ടത്. അതൊക്കെ നമ്മൾ കേരളത്തിലൊക്കെ വരുമ്പോൾ എത്ര പൊളൈറ്റായിട്ടാണ് കാര്യങ്ങൾ ഇടപെടുന്നതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് അക്സെപ്റ്റബിൾ അല്ല. എന്തായാലും നമ്മളതൊന്നും മൈൻഡ് ആക്കിയില്ല. നമ്മൾ നേരെ ജീപ്പ് സഫാരിക്ക് പോയി. ജിപ്സികളാണ് ഉപയോഗിക്കുന്നത്. ജിപ്സിയിലാണ് ഈ സഫാരി നടത്തുന്നത്. 1.5-2 മണിക്കൂറോളം ഈ സഫാരി ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ കാടിന് നമ്മുടെ ഒരു കേരളത്തിലെ വനങ്ങളുടെ ഒരു ഭംഗിയോ കാര്യങ്ങളൊന്നും അല്ല. കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ്. ആനിമൽസൊക്കെ അത്യാവശ്യം ഉള്ള ഏരിയ ആണ്. പക്ഷെ നമ്മൾ പോയ ടൈമിൻ്റെ ആണോന്ന് അറിയില്ല. എങ്കിലും കുറേ സൈറ്റിങ്ങുകളൊക്കെ കിട്ടി. ആനയും ബൈസണും സാമ്പാടിയറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. ഈ യാത്ര കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് കാട്ടിൽ നിന്ന് ഇറങ്ങിയൊരു വലിയ പുഴയിലൂടെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഗംഗാ നദിയുടെ കൈവഴിയായിട്ടുള്ള ഏതൊരു നദിയാണ്, പേര് അന്ന് പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ അത് മറന്നു പോയിട്ടുണ്ട്. അപ്പം ഇതിനകത്തോടെ പോകുമ്പോഴത്തേന് ആനിമൽസ് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സമയം ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആനേനെയും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പം കാണേണ്ടവരത് കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു രാജാജി നാഷണൽ പാർക്കിൽ നിന്ന്. ഇനി ഉത്തരാഖണ്ഡൊക്കെ പോകുന്ന ആൾക്കാർ ഒരിക്കലും മിസ്സാക്കാതെ പോകേണ്ട ഒരു സ്ഥലമാണ് രാജാജി നാഷണൽ പാർക്ക്. ഈ പോകുന്ന ഈ റൂട്ട് മഴക്കാലത്ത് ഒരു തരത്തിൽ നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളമാകുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക, എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം വൈകിട്ടോടുകൂടി നമ്മൾ ഈ രാജാജി നാഷണൽ പാർക്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയതെന്ന് വെച്ചാൽ ഋഷികേശിലേക്കാണ്. അപ്പം ഋഷികേശിലേക്കുള്ള ഒരു യാത്ര നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് തരുന്നതായിരുന്നു. കാരണം നല്ല നദീതടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഗംഗയുടെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് റിവർ റാഫ്റ്റിംഗ് പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്യാമ്പിംഗ് പ്രോപ്പർട്ടിയിലാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തന്ന അവിടുന്ന്. നൈറ്റ് ചെറിയ ആക്ടിവിറ്റികളൊക്കെ ഉള്ള ഒരു കാടിൻ്റെ താഴ്വാരത്തിലാണ് നമ്മുടെ ഈ ക്യാമ്പിംഗ് സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ ഹട്ടുകളായിട്ടുള്ള വീടുകളാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനകത്ത് അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന കോട്ടേജുകളാണ് നമുക്ക് തന്നത്. അപ്പോൾ ഏതായാലും നമ്മളതെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തൂടെ തന്നെ ഒരു നദി ഒഴുകുന്നുണ്ട്. അവിടെയും വെള്ളം വളരെ കുറവാണ്. അതിൻ്റെ അക്കരെ ഭാഗം, അപ്പുറത്തെ സൈഡ് എന്ന് വെച്ചാൽ കാടിൻ്റെ ഭാഗങ്ങളാണ്. എന്തായാലും അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ റാഫ്റ്റിങ്ങിൻ്റെ ആ ഭാഗത്തേക്കാണ് വീണ്ടും പോയത്.
റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ലൈഫിലെ തന്നെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നൊരു സംഭവമായിരുന്നു. നമുക്ക് റാഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള റാഷിയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഗംഗയുടെ ഒരു തീരത്തെത്തിയിട്ടുണ്ട്. അവിടുന്ന് 16 കിലോമീറ്ററാണ് നമ്മൾ റാഫ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് അഡ്വഞ്ചറാണ്, കുറച്ച് വലിയ അഡ്വഞ്ചറാണ്. അത്യാവശ്യം ധൈര്യം വേണം. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതെല്ലാം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിനകത്ത് എഗ്രിമെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനുണ്ട്. എന്തായാലും ഞങ്ങൾ അതിന് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ 16 കിലോമീറ്റർ റാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് ഒരുപാട് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്കിംഗ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലൂടെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അഡ്വഞ്ചർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ഉത്തരാഖണ്ഡിലുള്ള ഋഷികേശിലെ ഈ ഒരു ഏരിയ എന്നുള്ളത്. അപ്പം നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് അവർ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്നിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്, ലൈഫിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളതെല്ലാം എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറക്കാതെ കാണാൻ ശ്രമിക്കുക. റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഡൽഹിയിലേക്കായിരുന്നു. നമ്മൾ ചെന്ന പാട് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം എത്തിപ്പെട്ടത് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗത്തേക്കായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു ടൈമായിരുന്നു. അത് ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു നല്ല ഒരു സ്പോട്ടാണ്. ഒരു തവണയിലും ഇതൊക്കെ കണ്ടിരിക്കണം. നമ്മുടെ ധീരജവാന്മാരുടെ പേരുകളൊക്കെ നമ്മുടെ ഈ ഗേറ്റിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ഭാഗം. നമ്മൾ ചെന്ന സമയം വൈകിട്ടായതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. എന്തായാലും ഇതും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നേരെ പോയത് റെഡ് ഫോർട്ടിലേക്കായിരുന്നു. റെഡ് ഫോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് റെഡ് ഫോർട്ടിൻ്റെ ടോപ്പിൽ നിന്ന് താജ്മഹൽ കാണാൻ പറ്റുന്നൊരു ഭാഗമുണ്ട്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് താജ്മഹലിൻ്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെ ലോകാത്ഭുതം നമ്മൾ അടുത്ത് കയറി കണ്ടു. അതും ലൈഫിലെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ താജിൻ്റെ ഭാഗത്തേക്ക് വന്നത് വൈകിട്ട് സമയത്തായിരുന്നു. സൺസെറ്റ് ആകുന്നൊരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് താജിൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട മറ്റൊരു സ്പോട്ടാണ് നമ്മുടെ താജ്മഹൽ. പിന്നീട് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തെന്ന് വെച്ചാൽ ഇടുക്കി ഭാഗങ്ങളൊക്കെ ആയിരുന്നു. ഇടുക്കിയിൽ നമ്മൾ കാൽവരി മൗണ്ട്, അതുപോലെ തന്നെ കല്യാണത്തണ്ട്, നീലക്കുറിഞ്ഞി പൂത്തത് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇത്തവണ കൂടുതലായിട്ട് കയറിയതും ഇടുക്കി തന്നെയായിരുന്നു തോന്നുന്നു. പിന്നെ നമ്മൾ പോയത് മലരിക്കലാണ്. മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ വേണ്ടി നമ്മുടെ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ സീസണലി കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഭാഗങ്ങളാണ്. എല്ലായിടത്തും നല്ല റഷാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ അമ്മച്ചി കൊട്ടാരവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത 1-2 ട്രക്കുകൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇരുളുകാനം എന്ന് പറയുന്ന ഭാഗത്തോട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് നമുക്ക് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് തന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മുടെ വാഗമണ്ണിൽ കുരിശുമലയുടെ ഭാഗത്തൂടെ പോകുമ്പോൾ ഉള്ളൊരു ചെറിയ ട്രക്കാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. പക്ഷേ നമുക്കതിൻ്റെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളെപ്പോഴും പോകുന്നൊരു സ്പോട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ്. അപ്പം എല്ലാ വർഷവും നമ്മളത് പോകാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അകത്തുള്ള പരിപാടികളൊന്നും അല്ല എടുത്തത്. നമ്മളിപ്രാവശ്യം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഗവിക്കുള്ള ഒരു സഫാരി ആയിരുന്നു. ഗവിക്കുള്ള സഫാരി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയിൽ ഗവിയിലൂടെ പോകുമായിരുന്നു ചെയ്തത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമുക്ക് തന്നത്. പൊതുവേ നമ്മൾ വൈൽഡ് ലൈഫൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഗവിയിലേക്ക് പോകാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടായിരുന്നു. നല്ല മഴയും നല്ല ക്ലൈമറ്റിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടി, ആനയും കാട്ടുപോത്തും അതുപോലെ തന്നെ
മ്ലാവും മാനും കുരങ്ങും കാട്ടുപന്നിയും അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ സൈറ്റിങ്ങുകളും കിട്ടിയാണ് നമ്മൾ അവിടെ നിന്ന് വന്നേക്കുന്നത്. അപ്പം അതിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഗവിയാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയൊരു സ്പോട്ടെന്ന് വെച്ചാൽ നമ്മുടെ ചാർലിക്കുളമാണ്. നമ്മുടെ ചാർലി മൂവി ലൊക്കേഷൻ. നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ പ്രതീക്ഷിച്ചാണ് പോയതെങ്കിലും വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതൊരു നല്ല എക്സ്പീരിയൻസ് തരുന്നൊരു സ്പോട്ടാണ്. അപ്പം അതും അത്യാവശ്യം നല്ല സീസണായിരിക്കുന്ന സമയത്ത്, അതായത് വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടും. അത് നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയുള്ളത് നമ്മൾ മാത്രം ചെയ്തെന്ന് തോന്നുന്നൊരു വീഡിയോ ആണ്. കാരണം ഇത് വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. നമ്മുടെ വാഗമണിലെ പാരാഗ്ലൈഡിങ്ങിൻ്റെ എമർജൻസി ലാൻഡിങ് ഏരിയ ആണ്. എന്ന് വെച്ചാൽ വാഗമണിലെ പാരാഗ്ലൈഡിങ് ലാൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇവിടെ വന്നാണ് ലാൻഡ് ചെയ്യുന്നത്. വാഗമണിൻ്റെ താഴ്വാരമാണ്. അപ്പം അങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 2024 നമുക്ക് കുറേ എക്സ്പീരിയൻസുകൾ തന്നു. നല്ല വീഡിയോസ് കുറേ തന്നിട്ടുണ്ട്, കുറേ മെമ്മറീസ് തന്നിട്ടുണ്ട്. എന്തായാലും 2025 പ്ലാനുകളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അഗസ്ത്യാർകൂടം മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ, പെരിയാർ ടൈഗർ റിസർവിലെ ബോർഡർ ഹൈക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രക്കിംഗ് പ്രോഗ്രാമുകൾ, ടെൻറ്റിങ് പരിപാടികൾ, അങ്ങനെയുള്ള എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ അടുത്ത യാത്രകൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും. ഇനി പുതിയ യാത്രകളും പുതിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 2025 കാണാം. നമ്മുടെ 2024 യാത്രകൾ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം 2025 പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ബൈ.